ഗൈസ് ഇവിടെ കുറച്ച് നാൾ മുമ്പ് വന്നൊരു വാലിയേരിയ ഹൈ ഉണ്ടായിരുന്നു. ആ ഹൈ ആണ് ഞാൻ മാർക്ക് ചെയ്തിരുന്ന റേഞ്ച്. ഇവിടെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് അത് മാർക്ക് ചെയ്തത്. ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു ഇത് നെഗറ്റിവിറ്റി ആയിരുന്നു. ഈ ഒരു ക്യാൻഡിൽ പെട്ടെന്നൊന്ന് മൂവ് ചെയ്ത ക്യാൻഡിലിൽ അവിടെ ഏകദേശം 3500 ലോട്ടിൽ 74 ലോട്ട് സൈസ് നെഗറ്റിവിറ്റി ആയിരുന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ് ഈ ഒരു നെഗറ്റിവിറ്റി കണ്ടതിന് ശേഷം ഈ ഒരു ക്യാൻഡിലാണ് ഞാനൊരു സെൽ ആക്ടിവിറ്റി എടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഈ ഒരു ഇംബാലൻസ് ആണ് ഏകദേശം 50 പിപ്സിൻ്റെ അടുത്ത് ഇംബാലൻസ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. ആ ഏരിയയാണ് ഞാനൊരു SL ആയിട്ട് വച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇംബാലൻസ് ഇവിടെ വന്നേക്കുന്നത് ഒരു ബൈയിങ് കയറിയാനിടയ്ക്ക് ഈ ഒരു ഇംബാലൻസ് ഒരു നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാണ്. എന്തായാലും അതുപോലെ തന്നെ ഈ വന്നേക്കുന്നത് ഇതൊരു നല്ലൊരു ബൈയിങ് സജഷനായിട്ട് വന്നേക്കുന്നത്, ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് വന്നേക്കുന്നത്. അതിൻ്റെ ഈ ഒരു ഏരിയ വേണം. ഇതിൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കുക. ഒരു ഫ്ലാഗ് പോലത്തെ പാറ്റേൺ ആണ്. ഈ പാറ്റേണിൻ്റെ മുകളിൽ വേണമെങ്കിൽ ടാർഗറ്റ് ഇട്ട് വെക്കാം. ഇത് താഴത്തേക്ക് വന്നാൽ മാത്രമേ മാർക്കറ്റ് താഴത്തേക്ക് പോകുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡിറ്റീസ് കുറച്ച് മുകളിലുണ്ട്, 95-ലുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒരു റിജക്ഷൻ കണ്ടതുകൊണ്ട് മാത്രമായിട്ടൊരു പൊസിഷൻ എടുത്താണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺസ് ശ്രദ്ധിക്കുക. എപ്പോഴും നല്ല മൂവിങ് വരുന്ന ക്യാൻഡിൽസ് ഇതുപോലത്തെ നെഗറ്റിവിറ്റി വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് നല്ല സെല്ലിങ് കിട്ടിയായിരുന്നു. നമുക്ക് ഇവിടെ എക്സിറ്റ് ആവാമായിരുന്നു. ഇംബാലൻസ് കണ്ടപ്പോൾ എക്സിറ്റ് ആവാമായിരുന്നു. നിലവിൽ പൊസിഷൻ ഹോൾഡിങ് തന്നെയാണ്.